ഹലോ ചിക്കു, ഹലോ ചിക്കു, ഉമ്മ ഉമ്മ ഉമ്മ, ആ ഉമ്മ ഉമ്മ, ആ ഉമ്മ, ആ മിടുക്കി മിടുക്കി ചിക്കു, കമ 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 ചിക്കു ചിക്കു, ഉമ്മ ഉമ്മ ഉമ്മ. ആ ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ തത്ത, ഞങ്ങളുടെ ചിക്കുമ. ഞങ്ങൾ ചിക്കൂന്ന് വിളിക്കും. അവൾക്ക് ഇഷ്ടം കൂട്ടി കിടക്കാനല്ല, അവൾക്ക് ഇഷ്ടം ഈ ചിക്കുനെ സ്നേഹിക്കുമ്പോൾ എൻ്റെ കുഞ്ഞാപ്പിക്ക് ഭയങ്കര സങ്കടമാണ്. അവന് ബേബി എപ്പോൾ വരും, അവൾക്ക് ആരെയും സ്നേഹിക്കുന്നത് കണ്ടുകൂടാ. അല്ല കേട്ടോ, അവൾക്ക് എല്ലാവരും സ്നേഹിക്കുന്നത് ഇഷ്ടമാണ്. എന്നാലും ചിക്കു ഇങ്ങനെ നമ്മുടെ കൂടെ ഇരിക്കാനാണ് ചിക്കുവിന് ഇഷ്ടം. അതിന് വേറെ എവിടെയും പോകാനോ കൂട്ടിലിരിക്കാനൊന്നും ഇഷ്ടമില്ല. എല്ലാ നേരത്തും ഉള്ളിരിക്കണം. പക്ഷെ നമുക്ക് തിരക്ക് കഴിഞ്ഞിട്ട് നേരമില്ല. അപ്പോൾ ഈ നേരത്ത് കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് തലയൊക്കെ ഒന്ന് ഫ്രീ ആക്കാനായിട്ട് ഈ ചിക്കുനെ ചിക്കും കൂടി വരും. ചിക്കുനെ ഇരുത്തി കുറച്ച് നേരമൊക്കെ കൊഞ്ചിച്ച് അതിനെ കൊണ്ടാക്കുമ്പോൾ അതും ഹാപ്പിയായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കണേ, ഈ എന്തെങ്കിലും ഒരു ഹോബി നമുക്കുണ്ടാവും. അതെല്ലാവർക്കും. നമ്മുടെ വീട്ടിലെ അമ്മമാരുടെ വിചാരം എന്താണെന്നറിയോ, 24 മണിക്കൂറും ഭർത്താവിനും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി പണിയെടുത്ത് 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 കഷ്ടപ്പെടുക. അമ്മമാർ മാത്രമല്ല, അപ്പന്മാരും. കുറേ അപ്പന്മാരുണ്ട്, എല്ലാ അപ്പന്മാരും പറയാൻ പറ്റില്ല. ചിലർ സ്വന്തം കാര്യമൊക്കെ നോക്കി സുഖസുന്ദരമായിട്ട് ഇച്ചിരി ജോലിയൊക്കെ കഴിഞ്ഞ് ഇച്ചിരി വാട്ടീസൊക്കെ അടിച്ച് അങ്ങനെ സുഖിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അമ്മമാർ ബഹുഭൂരിഭാഗവും അവരവരുടെ കാര്യം നോക്കൂല. അവരിങ്ങനെ ജോലി തന്നെ ശരണം. അപ്പന്മാർക്ക് അമ്മമാർ എന്തോരം ജോലി എടുത്താലും മതിയാവൂല. എത്രയൊക്കെ ചെയ്താലും എന്നാലും അവിടെ ഒരു വെള്ളം കെടുക്കണത്, അവിടെ ഒരു കഴ കെടുക്കണമെന്ന് പറഞ്ഞ് ഒച്ച എടുക്കുന്ന അപ്പന്മാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ കൗൺസിലിങ്ങിന് വരുമ്പോൾ എല്ലാവരും പറയണത് വൃത്തിയില്ല, വെടുപ്പില്ല, ഇങ്ങനെയുള്ള കംപ്ലയിൻസാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കണം, എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഹോബി വേണം. നമ്മുടെ ബാക്കിയുള്ള ജോലികൾ മാത്രം പോരാ. പ്രത്യേകിച്ച് നമ്മൾ കണ്ട അത് ഓടി വന്ന് ആ ഫോണൊന്ന് കയറിയിരുന്നവള് നമുക്ക് മനസ്സിലായി ഇവിടെ ഏതാണ്ട് പറയേണ്ടത്. കണ്ട അവളിങ്ങനെ ഞങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കുകയാണ് നല്ല രസമായിട്ട്. അവൾ സോ ഹാപ്പി. അവളും ഹാപ്പിയാണ്. നമ്മുടെ സാന്നിധ്യം കിട്ടുമ്പോൾ നമ്മളും ഹാപ്പിയാണ്. നമ്മൾ നമ്മുടെ എല്ലാ ടെൻഷൻസും മറക്കുന്ന ഒരു സമയമാണ്. എന്ത് മോളെ, അപ്പം ഇവളും അങ്ങനെ തന്നെ, കൊച്ചും അങ്ങനെ തന്നെ. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പേരക്കുട്ടികളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് നിങ്ങൾ കളിക്കുന്ന സമയം ഉണ്ടാവണം. ജോലിയും ശരണം അവരെ കുളിപ്പിക്കലും തീറ്റ കൊടുക്കലും മാത്രമല്ല, മറിച്ച് എന്തെങ്കിലും ഹോബി. ചിലപ്പോൾ ഗാർഡനിങ് ആയിരിക്കാം, പച്ചക്കറി അടുക്കളത്തോട്ടമായിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ തത്തമ്മയായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും പശു ആയിരിക്കാം, ആടായിരിക്കാം, കോഴിയായിരിക്കാം, എന്തെങ്കിലും വളർത്തു മൃഗങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഹോബി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമുക്ക് എന്തെങ്കിലും ഒരു ഹോബി. അപ്പോൾ ചിലർക്ക് പാട്ട് കേൾക്കലായിരിക്കാം. അപ്പോൾ അങ്ങനെ വീട്ടിലെ എല്ലാവർക്കും അങ്ങനെ ഒരു ഹോബി. ഇനി എല്ലാവരും കൂടി ഒരുമിച്ച് എൻജോയ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം. അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടി തത്തമ്മേനെന്ന് പിന്നായിരിക്കുമ്പോഴോ അത് നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി നമ്മളിൽ കൂട്ടും. ഈ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഹാപ്പി ഹോർമോൺസ് കൂടുമ്പോൾ നമ്മുടെ ഡിപ്രസീവ് സിംറ്റം കുറയും, ഡിപ്രഷൻ കുറയും, നമ്മുടെ പ്രയാസങ്ങൾ കുറയും, ദേഷ്യക്കാരാണെങ്കിൽ ദേഷ്യം കുറയും. നമ്മുടെ ഇമോഷൻസിനെയൊക്കെ ക്രമീകൃതമാക്കാനായിട്ട് ഈ വക കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു ബാലൻസ്ഡ് പേഴ്സൺ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോബിയൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷത്തെയൊക്കെ മാറ്റി ഒന്ന് റിലാക്സ്ഡ് ആവാൻ, ഒന്ന് ഫ്ലെക്സിബിൾ ആവാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളത് നിങ്ങളെല്ലാവരും ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തത്തനെയൊക്കെ മേടിച്ച് വെക്കുന്നേ പ്ലീസ്. അതിന് ഒരുപാട് കാശൊന്നും വേണ്ട. ഇതൊരു പാവം. ഇത് ഞങ്ങളൊരു സിസ്റ്ററിൻ്റെ അപ്പച്ചൻ ഞങ്ങൾക്ക് സമ്മാനമായിട്ട് തന്നത്, ഏബിൾ സിസ്റ്ററിൻ്റെ അപ്പച്ചൻ സമ്മാനമായിട്ട് തന്നതാണ്. അതിപ്പോൾ വലുതായി, നല്ല കളറൊക്കെ വെച്ചു, നല്ല മിടുക്കിയായി. ഇനി ഇതിനൊരു കൂട്ടിനെ കൊടുക്കണം. അതിന് കാശൊക്കെ കിട്ടുമ്പോൾ ഒരു നല്ല തത്തേനെയും കൂടി മേടിക്കണമെന്നുണ്ട്. നോക്കട്ടെ. അവൾ ഉത്തരം ചോദിക്കാൻ, എനിക്ക് കൂട്ട് വേണോടി ഉമ്മ ഉമ്മ ഉമ്മതാ ഉമ്മതാ ഉമ്മതരാ ഉമ്മതാ ഉമ്മ ഉമ്മതാ. അവൾ അങ്ങനെയൊക്കെയാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങളും അടുത്ത പ്രാവശ്യത്തെ വീഡിയോയ്ക്ക് മുമ്പ് എന്തെങ്കിലും ഒരു ഹോബിയൊക്കെ റെഡി ആക്കിക്കോളോട്ടാ. അടുക്കളത്തോട്ടോ, ഗാർഡനോ, പച്ചക്കറിയോ, അല്ല എന്താണ് തത്തയോ ആടോ, എന്തെങ്കിലും ഒരു ഹോബി നമുക്കുണ്ടാവണം കേട്ടോ. അവൾക്ക് എപ്പോഴും പൊങ്ങിയിരിക്കണം, താഴാൻ പറ്റില്ല. അവൾക്ക് എപ്പോഴും പൊങ്ങിയിരിക്കണം. ഇച്ചിരി അഹങ്കാരി പെണ്ണാണ് അവൾ, അഹങ്കാരി പെണ്ണ്. ഓക്കെ, താങ്ക് യു.